139 സങ്കീർത്തനം 14 വാക്യം. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തി എത്ര വലിയവ, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ഭയങ്കരവും അതിശയകരവുമായി തന്നെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് ഭയങ്കരവും അതിശയകരവുമായിട്ടാണ്. നാഡീനരമ്പുകളെ സൃഷ്ടിച്ചു, അകത്തെ അവയവങ്ങളെ സൃഷ്ടിച്ചു, പുറത്തെ അവയവങ്ങളെ സൃഷ്ടിച്ചു, ത്വക്ക് സൃഷ്ടിച്ചു, മാംസം സൃഷ്ടിച്ചു. അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യരൂപത്തെ സൃഷ്ടിച്ച് സൗന്ദര്യമുള്ളവരാക്കി ദൈവം മനുഷ്യനെ ആക്കി തീർത്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർത്തു. ജനിക്കപ്പെട്ട മനുഷ്യൻ്റെ പേർ പുസ്തകങ്ങളിൽ എഴുതി ചേർത്തു. മാത്രമല്ല, ദൈവത്തോട് കൂടെ വസിക്കുവാൻ ദൈവം ഇവരെ ആക്കി വെച്ചുമിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ലോകത്തിൽ പിറന്നു വീണതിന് ശേഷം ദൈവത്തോട് പാപം ചെയ്തു. ദൈവീയ കൽപ്പനകളും ദൈവീക വഴികളെയും അനുസരിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെയായപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു തുടങ്ങി. ആദ്യ പിതാവെന്നറിയപ്പെടുന്ന ആദാമിനോട് ചേർന്ന് യഹോവയായ ദൈവത്തിന് സംസർഗമുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാപം ചെയ്തവർ കൽപ്പനകളെ ലംഘിച്ച നിമിത്തമായി ദൈവസാന്നിധ്യം അവരിൽ നിന്ന് അന്യപ്പെട്ടു പോയി. പിന്നീട് മനുഷ്യവർഗങ്ങളെല്ലാം പാപികളായി തീർന്നവർ പാപം ചെയ്ത് ലോകത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ വലിയവയാകുന്നു എന്നൂടെ ദാവീദ് നമ്മെ വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ ഭാവിയെക്കുറിച്ച് വലിയ വിചാരമുള്ളവരായ ദൈവം ഭയങ്കരവും അതിശയകരവുമായി നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മെക്കുറിച്ച് വിചാരമുള്ളവനായ ഒരു ദൈവം. അതേ, സ്വർഗത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ജനിക്കപ്പെടുന്ന വ്യക്തികളുടെ പേരുകൾ എഴുതപ്പെടുന്ന പുസ്തകം, രക്ഷിക്കപ്പെടുന്ന ജീവിതങ്ങളുടെ പേരുകൾ എഴുതുന്ന പുസ്തകം, വിശുദ്ധന്മാരുടെ കണ്ണുനീരിനെ കുറിക്കുന്ന പുസ്തകം, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾ എഴുതി വെക്കുന്ന സ്മരണയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉള്ളപ്പോൾ തന്നെ പാപം ചെയ്യുന്നുവെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് ദൈവം നമ്മുടെ പേർ മായ്ച്ചു കളയും. ഈ വിശുദ്ധ ദിവസം ഭയങ്കരവും അതിശയകരവുമായി നമ്മെ സൃഷ്ടിക്കുകയും നമ്മുടെ ഭാവിയെക്കുറിച്ച് വളരെ വിചാരപ്പെടുകയും സ്വർഗീയ പുസ്തകങ്ങളിൽ പേരെഴുതി ചേർക്കുകയും ദൈവത്തോട് കൂടെ വസിക്കുവാൻ സകല മനുഷ്യരെക്കുറിച്ചും മാനവജാതിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മറന്നുപോയി ലോകത്തിൽ പാപത്തിന് അധീനരായി നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ പേർ പുസ്തകത്തിൽ നിന്ന്, സ്വർഗീയ പുസ്തകങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുമെന്ന് മറന്നു പോകരുത്. ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ തുറന്നാണ് ദൈവം ന്യായം വിധിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഭയങ്കരവും അതിശയകരവുമായി നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവീയ വഴികളിൽ നടക്കുവാൻ, കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ, എൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവോ എന്ന് ഉറപ്പുവരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ നാം നാശയോഗ്യരായി നരക ജീവിതത്തിലേക്ക് കടന്നു പോകാൻ പോകുകയാണ്. നമുക്ക് ദൈവത്തോട് കൂടെ വസിക്കണമോ, അതോ ഇരുളിൻ്റെയും അന്ധകാരത്തിൻ്റെയും മേഖലകളിൽ കടന്നു പോകണമോ? എവിടെയാണ് നമ്മുടെ അന്തിമവാസമെന്ന് ഇന്ന് രാവിലെ ഉറപ്പുവരുത്തുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം തന്നെ സ്ഥിരീകരിക്കുക. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു, സകലവും തകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാതിക്കൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ആ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച് സ്വർഗീയ പുസ്തകങ്ങളിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ സുപ്രധാന ദിവസത്തിൽ, ഇത് സുപ്രസാദ ദിവസമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഇന്ന് നിങ്ങൾ ഇതിനു വേണ്ടി മുതിരുന്നുവെങ്കിൽ നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പാൻ, സ്വർഗീയ അനുഭവങ്ങളിൽ വാഴുവാൻ ദൈവം നമ്മെ അനുവദിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.